ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വെൽ. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്പെഷ്യൽ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സാധാരണ കോഫി ഉണ്ടാക്കുന്നതിനേക്കാളും ഇച്ചിരി ഒന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു കോഫി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം വരുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ കോഫി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മൾ ഈ ഒരു കോഫി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസോളം സാധാരണ വെള്ളം നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റൗവിൽ ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് അര ഗ്ലാസോളം വെള്ളം. ഇനി അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസോളം വരുന്ന നല്ല കട്ടിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അര ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മുഴുവനായിട്ടും പാലെടുക്കാം കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കോഫി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ കോഫി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. അപ്പോൾ കറക്റ്റ് 3/4 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഇനി പഞ്ചസാര ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരുപാട് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ, കുറച്ച് മാത്രം. അപ്പോൾ ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഫി വയ്ക്കുമ്പോഴായാലും അല്ലാന്നുണ്ടെങ്കിൽ ചായ വയ്ക്കുമ്പോഴായാലും ആ ഒരു കോഫി പൗഡറിൻ്റെയും ചായപ്പൊടിയുടെയും ഒക്കെ കറക്റ്റ് ആ ഒരു സത്തിളകണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാലായാലും വെള്ളമായാലും പെട്ടെന്ന് തിളച്ച് കിട്ടും. എന്നാൽ ആ ഒരു കറക്റ്റ് സത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു കറക്റ്റ് നല്ലൊരു കോഫിയുടെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഇനിയാണ് നമുക്കിതിലോട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ്. അപ്പോൾ കൊക്കോ പൗഡറും കൂടി നമ്മൾ ചേർത്തിട്ട് ഈ ഒരു കോഫി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും നമ്മുടെ കോഫിക്ക്. കറക്റ്റ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് ആ ഒരു പാല് ഒന്ന് തിളച്ച് പൊങ്ങിക്കോട്ടെ കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ പതുക്കി അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി ഊതി കുടിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോഫി പൗഡറിൻ്റെയും അതേപോലെ കൊക്കോ പൗഡറിൻ്റെയും ആ ഒരു കറക്റ്റ് ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കോഫിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതേപോലെ കോഫി ഇഷ്ടമുള്ളവരൊക്കെ വേഗം തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കോഫി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വെൽ. ബൈ.